ഈ പ്രണയിച്ചിട്ട് ലാസ്റ്റ് അത് കിട്ടാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ അത് ബ്രേക്കപ്പോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യണ ആൾക്കാരോടാണ് നിങ്ങളെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. അച്ഛൻ, അമ്മ, സഹോദരിമാരെ കുറിച്ചിട്ടൊക്കെ. കാരണം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ വളർത്തുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നവരും അവർക്ക് പ്രായം കൂടി വരികയാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ മരണശേഷം നിങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം അവർക്ക് വയസ്സായി, കാരണം നോക്കാൻ ആരില്ലാതെ വരുന്നൊരവസ്ഥ, കണ്ണി കണ്ട ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ, തെരുവിലിറങ്ങി നടക്കേണ്ട ഒരവസ്ഥ, ഒരു മരുന്ന് വാങ്ങാനും ഒരു നേരത്തെ ഫുഡ് വാങ്ങാനും കണ്ടവനോട് ഇരക്കേണ്ട അവസ്ഥ. അവസാനം നിങ്ങളെ മാതാപിതാക്കളൊന്നും മരിക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും സ്വന്തമായിട്ട് ഒരാളില്ലാത്തൊരവസ്ഥ. അവർ മരിക്കുന്നത് പോട്ടെ, അത് ആരെങ്കിലുമൊക്കെ ഇതാക്കിക്കോളും. നിങ്ങളൊക്കെ വളർത്തുമ്പോണ്ടല്ലോ എന്തൊക്കെ പ്രതീക്ഷകളിലായിരിക്കും ആ അച്ഛനമ്മ വളർത്തിയിട്ടുണ്ടാവുക. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രേമം, കല്യാണം അതൊന്നുമല്ല ജീവിതം. ഈ 10, 23, 24 വയസ്സിലെ ചെക്കന്മാരും പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പ്രേമം പൊട്ടി അത് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുമ്പോൾ ശരിക്കും പുച്ഛാണോ അതോ സങ്കടമാണോ എന്താണെന്നറിയില്ല. നമ്മൾ പെറ്റ് വളർത്തി വലുതാക്കിയ അമ്മ, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ അച്ഛൻ, കൂടെ പിറന്ന സഹോദരന്മാർ ഇവരൊക്കെ സ്നേഹത്തിൻ്റെ അത്ര വലുതാണോ? ഇന്നലെ അല്ലെങ്കിൽ മുമ്പ് കണ്ടൊരു പെണ്ണിൻ്റെ സ്നേഹം എന്ന് പറയാൻ നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ മുഖമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും വേണ്ട, നിങ്ങൾ മരിച്ചു കിടക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നിങ്ങളെ തലക്കാൻ പുറത്ത് നിങ്ങളെ അമ്മ കരയണ ഒരവസ്ഥ, നിങ്ങളെ പെങ്ങന്മാർ കരയണ ഒരവസ്ഥ. ഇതെനിക്ക് പ്രായമായി വരികയാണ്, എൻ്റെ മോൻ വളർന്നു വരുന്നത്, അവനൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ. എനിക്ക് എത്ര മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഓരോ അസുഖങ്ങളും കാര്യങ്ങളും വന്ന് കണ്ടവൻ്റെ കയ്യിൽ നിന്ന് അരന്ന് ജീവിക്കുകയാണ്. കിഡ്നി മാറ്റി വയ്ക്കാനും ലിവർ മാറ്റി വയ്ക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾക്കൊക്കെ ദൈവം തന്നൊരു ജീവിതം അതൊക്കെ വെറുതെ ഒരു പ്രേമത്തിന് വേണ്ടിയിട്ടും പെണ്ണിന് വേണ്ടിയിട്ടും ആണിന് വേണ്ടിയിട്ടൊക്കെ കളയാന്ന് പറയുമ്പോൾ ശരിക്കും എന്താ അറിയില്ല, നിങ്ങളോടുള്ളൊരു മനോഭാവം അറപ്പ് വരെ തോന്നുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്.